ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആസ്ക് റെഗുലൻ. സോ ഇപ്പോൾ ഈ സൗണ്ട് ബാർ നമുക്ക് അൺബോക്സ് ചെയ്യാം. LG സൗണ്ട് ബാറാണിത്. ഇത് വാങ്ങുന്ന സമയത്ത് ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ടായിരുന്നു. സാംസങ് ഉണ്ടായിരുന്നു, സോണി, യമഹ, ബോസ് വന്ന് നോക്കുകയാണെങ്കിൽ മിഡ് റേഞ്ച് ആവറേജ് വേർഷൻ വന്നിട്ട് കുറവായിരുന്നു. നല്ല സൗണ്ട് എഫക്റ്റുള്ള വേർഷൻസ് എല്ലാം നോക്കുകയാണെങ്കിൽ കുറച്ച് കോസ്റ്റ്ലി ആയിരുന്നു. മാത്രമല്ല ഇറ്റ് കംസ് വിത്ത് എ സെപ്പറേറ്റ് ആംപ്ലിഫയർ. സോ ആ ആംപ്ലിഫയറിനൊരു കോസ്റ്റ് ഉണ്ട്. പ്ലസ് ആ ആംപ്ലിഫയർ നമ്മളൊരു സ്ഥലത്ത് വെക്കണം. TV യൂണിറ്റ്സിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് ആംപ്ലിഫയർ വെക്കാനായിട്ട് കറക്റ്റായിട്ടൊരു സ്ഥലം ഉണ്ടാവില്ല. സോ കാഴ്ചയ്ക്ക് കുറച്ച് ഓടായിരിക്കും. സോ അതുകൊണ്ടാണിത് ചൂസ് ചെയ്തത്. സൗണ്ട് ബാറിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് വന്ന് സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഫസ്റ്റ് സൗണ്ട് ക്വാളിറ്റി നല്ലതായിരുന്നു. ആൻഡ് സെക്കൻഡ് വന്ന് ഇറ്റ് ഓൾസോ ലുക്സ് ഗുഡ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വന്ന് ഡെസ്കിൻ്റെ മുകളിലാണ് നമ്മൾ വയ്ക്കുന്നത്, TV യൂണിറ്റിൻ്റെ മുകളിലായിരിക്കും. സോ അതുകൊണ്ട് ഇറ്റ് ഷുഡ് ലുക്ക് ഗുഡ്. അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സോ അൺബോക്സിങ്ങിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ സൗണ്ട് ബാർസ് വന്നിട്ട് എപ്പോഴും കുറച്ച് വലിയ ബോക്സസിലായിരിക്കും വരുന്നത്. സോ ബോക്സ് പാക്കിംഗ് കേസ് എല്ലാം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിരിക്കും. സോ ഇതിലങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഇതിലങ്ങനെ ഒരുപാട് എക്യുപ്മെൻറ്റ്സോ കോമ്പണൻസോ ഒന്നും ഉണ്ടായിരിക്കില്ല. ജസ്റ്റ് സൗണ്ട് ബാർ, സബ് വൂഫർ, അതിനുശേഷം വയർ ഉണ്ടായിരിക്കും പ്രട്ടി മച്ച്. അതല്ലാതെ മറ്റൊന്നും ഉണ്ടായിരിക്കില്ല. സോ നിങ്ങൾ സൗണ്ട് ബാർ വാങ്ങുമ്പോൾ എന്തിനു വാങ്ങണമെന്ന് ആലോചിക്കണം. പെർഫോമൻസ് വൈസാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ ഇപ്പോൾ TV വരുന്ന സൗണ്ട് മാത്രം കണക്ട് ചെയ്യണം, ഇല്ലെങ്കിൽ ഫോൺസും കണക്ട് ചെയ്ത് ഫോൺസിൽ നിന്നും പാട്ട് കേൾക്കണം, ഇല്ലെങ്കിൽ കരോക്കെ ചെയ്യണം, ഇല്ലെങ്കിൽ മ്യൂസിക് സ്റ്റുഡിയോ പോലെ സെറ്റ് ചെയ്യാനായിട്ട്, അങ്ങനെയൊക്കെയാണെങ്കിൽ ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദാറ്റ്. സോ ഇത് വന്ന് ജസ്റ്റ് ഒരു ഹോം തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടിയുള്ളൊരു സൗണ്ട് ബാറാണിത്. ഇത് നിങ്ങളൊരു നല്ല സൗണ്ട് ക്വാളിറ്റിക്ക് ഇല്ലെങ്കിൽ ഒരു മ്യൂസിക് സ്റ്റുഡിയോന് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ യു ഹാവ് ടു ഗോ ഫോർ എ ഹയർ ബ്രാൻഡ്. യമഹ, ബോസ് അതുപോലുള്ള മോർ പ്രൊഫഷണൽ ബ്രാൻഡ് ചൂസ് ചെയ്യേണ്ടി വരും. സോ ഓക്കെ, നമുക്ക് പെട്ടെന്നൊന്ന് അൺബോക്സ് ചെയ്തിട്ട് സംസാരിക്കാം. സോ ഇതാണ് സൗണ്ട് ബാർ. സബ്വൂഫ്, ഗുഡ്. നെക്സ്റ്റ് അതേപോലെ സൗണ്ട് ബാർ നോക്കുകയാണെങ്കിൽ സിംഗിൾ സൗണ്ട് ബാർ ഉണ്ടായിരിക്കും. ഒരു സൗണ്ട് ബാർ ചാനലിൽ വന്ന് നിങ്ങൾക്ക് എല്ലാ സ്പീക്കേഴ്സും മൾട്ടിപ്പിൾ സ്പീക്കേഴ്സ് വരും. ഇല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് സ്പീക്കേഴ്സ് ഉണ്ടാവും, ചെറിയ ചെറിയ സ്പീക്കേഴ്സ്. ബെസ്റ്റ് വന്ന് ഇതുപോലുള്ള യൂണിറ്റിൽ വാങ്ങിക്കുന്നതാണ്, ബിക്കോസ് ഇറ്റ് ലുക്സ് നീറ്റ്. ഇതിലേ നോക്കുകയാണെങ്കിൽ 7 to 10 സ്പീക്കേഴ്സ് വരും. സോ അതുകൊണ്ട് ഇറ്റ് കീപ്സ് സോർട്ട് ഓഫ് ലൈക്ക് എ ആറ്റം ഡോൾബി സൗണ്ട് എഫക്ട്സ് ലഭിക്കും. ആൻഡ് അതേപോലെ ഇതിൽ തന്നെ പവേർഡ് ഉണ്ട്, പാസീവ് ഉണ്ട്. പാസീവ് നോക്കുകയാണെങ്കിൽ 3 ചാനൽ സൗണ്ട് ബാർസ് വരും. ആംപ്ലിഫയേഴ്സ് ഉണ്ടായിരിക്കില്ല, സബ് വൂഫർ ഒന്നും ഉണ്ടായിരിക്കില്ല. പക്ഷെ അത് എക്സ്പെൻസീവ് അല്ല, ബട്ട് ഇറ്റ് മേക്സ് റിയലി ഗുഡ് സൗണ്ട് എഫക്ട്സ്. സോ ഇതിലും നോക്കുകയാണെങ്കിൽ എല്ലാം വന്ന് HDMI, വൈഫൈ കണക്ഷൻ ആൻഡ് ബ്ലൂടൂത്ത് ഇങ്ങനെയുള്ള എല്ലാ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ആൻഡ് എസ്പെഷ്യലി HDMI കണക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വന്ന് TV റിമോട്ടിൽ തന്നെ നിങ്ങൾക്ക് സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഒരു സൗണ്ട് ബാറിൻ്റെ റിമോട്ട് നിങ്ങൾക്ക് ആവശ്യം വരില്ല. ആൻഡ് ചില സൗണ്ട് ബാർസ് വന്ന് വാൾ മൗണ്ടോട് കൂടിയിരിക്കും. സോ ഇതിന് വാൾ മൗണ്ട് ഉണ്ട്. സോ നാളെ നിങ്ങൾക്ക് അത് ചെയ്യണമെങ്കിൽ ഇറ്റ് വിൽ ബി ലോട്ട് മോർ ഈസിയർ. സോ ഈ സൗണ്ട് ബാറിനെ സംബന്ധിച്ച് കോസ്റ്റ് വൈസ് ഇറ്റ്സ് നോട്ട് ദാറ്റ് എക്സ്പെൻസീവ്. സോ ദിസ് ഇസ് സോർട്ട് ഓഫ് അറൗണ്ട് 40,000 to 50,000. സോ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ HDMI ഇൻ ആൻഡ് ഔട്ട് ഉണ്ട്. കാരണം ഇപ്പോൾ HDMI വന്ന് നിങ്ങൾ ഇതിലൂടെ ഇൻ കൊടുത്തിട്ട് ഔട്ട് നിങ്ങൾ ഇതിലൂടെ എടുത്തിട്ട് TVക്കോ അല്ലെങ്കിൽ എന്തിനെങ്കിലും കണക്ട് ചെയ്യാൻ സാധിക്കും. സോ നിങ്ങൾ TV വോളിയം അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ സൗണ്ട് ബാറിൻ്റെ വോളിയം ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ് ആവും. സോ നിങ്ങൾക്ക് സൗണ്ട് ബാറിൻ്റെ റിമോട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അതിനുശേഷം നോക്കുകയാണെങ്കിൽ ഒപ്റ്റിക്കൽ ഇൻ ഉണ്ട്. സോ ഇത് വന്ന് നിങ്ങൾക്ക് TV ഒപ്റ്റിക്കൽ ഓപ്ഷൻ ഉണ്ടെങ്കിൽ, ഫൈബർ ഒപ്റ്റിക് ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, വിച്ച് ഈസ് ലൈക്ക് പ്യൂറസ്റ്റ് ഫോം. അതിനുശേഷം LAN ഓപ്ഷൻ ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഇൻ്റർനെറ്റിലും കണക്ട് ചെയ്യാം. ലോക്കൽ ലാനിൽ കണക്ട് ചെയ്തിട്ട് LAN ബേസ്ഡ് ആപ്സ് ഉപയോഗിച്ച് സൗണ്ട് ഗ്യാപ്പ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഇതിൽ നോക്കുകയാണെങ്കിൽ വോൾ മൗണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ബ്രാക്കറ്റ്സിൽ നിങ്ങൾക്ക് കണക്ഷൻ കൊടുക്കാൻ സാധിക്കും. ആൻഡ് അതേപോലെ ഇതിൽ ബട്ടൺസ് എല്ലാം പിന്നിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇറ്റ് ലുക്സ് സ്ലീക്ക്. മുന്നിൽ വന്ന് ഒന്നും തന്നെയില്ല, വിച്ച് ഈസ് നൈസ്. ആൻഡ് ഓൾസോ ഈ സൗണ്ട് ബാറിൻ്റെ വിഡ്ത്ത് നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ്. ആൻഡ് ഗ്രിൽ നോക്കുകയാണെങ്കിൽ മറ്റ് സൗണ്ട് ബാർ പോലെ ക്ലോത്ത് അതുപോലത്തെ മെറ്റീരിയൽ ഇല്ലാതെ ഇത് മെറ്റലിലാണുള്ളത്, വിച്ച് ലുക്സ് നൈസ്. ഓക്കെ, ഇപ്പോൾ സൗണ്ട് ബാറിൻ്റെ ഇൻസുലേഷൻ നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള ഇൻസുലേഷനാണ്. ആസ് ഞാൻ പറഞ്ഞ പോലെ പവർ കാർഡ് നിങ്ങൾ ഉള്ളിലാണ് കൊടുക്കുന്നത്. അതിനുശേഷം വന്ന് ഇതർ ഒപ്റ്റിക്കൽ ഇന്നോ അല്ലെങ്കിൽ HDMIയോ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ
അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് കണക്റ്റ് ആവും. ആൻഡ് സബ് വൂഫർ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി വയർലെസ്. നിങ്ങൾ ജസ്റ്റ് പവർ മാത്രം കൊടുത്താൽ മതി, അത് ഓട്ടോമാറ്റിക്കലായിട്ട് സൗണ്ട് ബാർ പെയർ ആയ ഉടനെ ഓൺ ആയിക്കോളും. സോ നിങ്ങൾ സൗണ്ട് ബാർ കണക്ട് ചെയ്യണം അല്ലെങ്കിൽ ബ്ലൂടൂത്ത് കോൺഫിഗറേഷൻ അതുപോലുള്ള യാതൊരു ഇഷ്യൂസും ഇല്ല ഇത്. സോ ലോട്ട് ഈസിയർ. Okay guys, we will catch up in another video. Thank you guys.